നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് ടോപ്പിക്കാണ് കേരള ചരിത്ര നവോത്ഥാനം. ആ കേരള ചരിത്ര നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് SCERTയിലും NCERTയിലും പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റും ഇന്നേ കാലം വരെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിച്ച പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഒപ്പം ഈ ക്ലാസ്സിൽ ഉടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ടെക്സ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോർവി, വിഷ്ടി, ഊഴിയം വേല, വല്ലിപ്പണി എന്നറിയപ്പെടുന്ന റെയർ ഫാക്ട്, ചങ്ങാതം എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് പ്രാചീന കേരളവുമായി ബന്ധപ്പെട്ട് ചങ്ങാതം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കാവൽ പണം എന്നറിയപ്പെടുന്ന ആശയം തുടങ്ങിയിട്ടുള്ള റെയർ കണ്ടന്റ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിന്റെ PDF നോട്ടും എല്ലാ ദിവസവും പത്രവാർത്തകളും എല്ലാ ദിവസവും കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും മൈക്രോ നോട്ട്സും പോൾ എക്സാമും എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്ന കോമൺ എക്സാമും നിങ്ങൾ കിട്ടാൻ വേണ്ടി PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും പത്രവാർത്തകൾ ഉൾപ്പെടെ എല്ലാ കണ്ടന്റും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഏകദേശം 26,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഇതുവരെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഒരു മുൻകാല വർഷ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ പ്രാചീന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സങ്കേതങ്ങളുടെയും സംരക്ഷണ സേനയെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഈ ചോദ്യം കാണുമ്പം നിങ്ങൾ റെയറായിട്ട് തോന്നുമായിരിക്കാം, ഇത് മുൻകാല വർഷ ചോദ്യമാണ്. ചോദ്യം 2020 മുമ്പുള്ള പരീക്ഷാ ചോദ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്കൊരു ചോദ്യം കിട്ടണം. ആ ചോദ്യം ഇതാണ്: പ്രാചീന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സങ്കേതങ്ങളുടെയും സംരക്ഷണ സേനയെ അറിയപ്പെടുന്ന പേരെന്താണ്? ഇത് പഴയ SCERT സ്കൂൾ ടെക്സ്റ്റ് കൂടിയാണ്. ആൻസറിലേക്ക് ഞാൻ ഡയറക്റ്റ് അങ്ങ് പോവുകയാണ്. ആൻസർ ഓപ്ഷൻ ഡി, ചങ്ങാതമാണ്. അപ്പൊ പ്രാചീന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സങ്കേതങ്ങളുടെയും എന്ന് പറഞ്ഞാൽ ആരാധനാലയ കേന്ദ്രങ്ങളുടെ സംരക്ഷണ സേനയെ അറിയപ്പെടുന്ന പേരാണ് ചങ്ങാതം. ഇവര് ഇങ്ങനെ ഈ സംരക്ഷണ സേനയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ അറിയപ്പെടുന്ന പേരാണ് കാവൽ പണം. കാവലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് കൊടുക്കുന്നു? പ്രതിഫലം കൊടുക്കുന്നു, കാവൽ പണം. ഇനി പ്രതിഫലം ഒന്നും കൊടുക്കാത്തൊരു സിസ്റ്റം ഉണ്ട്. പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേരാണ് കോർവി. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേര് കോർവി. ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് വിഷ്ടി. വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് വിഷ്ടി എന്നാണ്. തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന പേര് ഊഴിയം വേല. തിരുവിതാംകൂറിൽ ഊഴിയം വേല എന്നറിയപ്പെടുന്നു. വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും അതിനെ അറിയപ്പെടുന്ന പേര് വല്ലിപ്പണി എന്നാണ്. ഈ വല്ലിപ്പണിക്കെതിരെ അമരാവതി സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം നടത്തിയ നവോത്ഥാന നായകന്റെ പേരാണ് AK ഗോപാലൻ. അധസ്ഥിതരുടെ പടത്തലവെന്നും പാവങ്ങളുടെ പടത്തലവെന്നും നമ്മൾ പഠിക്കാറുണ്ട്. രണ്ട് ചോദ്യമാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനും അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയ. അപ്പൊ 1961 ഈ പറയുന്ന അമരാവതി സത്യാഗ്രഹം എന്തിനു വേണ്ടിയാ? വല്ലിപ്പണി എന്നറിയപ്പെടുന്ന അടിമ വ്യവസ്ഥക്കെതിരെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം എങ്ങനെയാ? പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേര് കോർവി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് വിഷ്ടി, തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന പേര് ഊഴിയം വേല. ഈ ഊഴിയം വേലയ്ക്കെതിരെ പ്രതികരിച്ച ഒരു നവോത്ഥാന നായകനുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നയാ. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന പുള്ളിക്കാരനെയാണ്. ഉത്തരം വൈകുണ്ഠസ്വാമികളാണ്. ഊഴിയം വേല സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഇതാണ്: വേല ചെയ്താൽ കൂലി കിട്ടണം. അപ്പൊ അന്നേ കാലം വരെ വേല ചെയ്യിപ്പിച്ചിട്ട് എന്ത് കൊടുത്തിരുന്നില്ല? കൂലി കൊടുത്തിരുന്നില്ല. ഈ ഒരു സമ്പ്രദായത്തിനെതിരെയൊക്കെ പ്രതികരിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ പരിശോധിച്ചാൽ വിഷ്ടി ഓപ്ഷൻ നമ്മൾ ക്ലിയർ ചെയ്തു. കോർവി എന്താണെന്ന് പറഞ്ഞു. ദെൻ ദേവസ്വം എന്നറിയപ്പെടുന്ന ഒരു വാക്കുണ്ട്. എന്തുവാ ഈ ദേവസ്വം? നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കണ്ടന്റിലും നമ്മൾ വായിക്കുന്ന ഒരു വാക്കാണ് ദേവസ്വം. ദേവസ്വം ബോർഡ് നിയമനം. എന്തോ ദേവസ്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോഴത്തെ കേരളത്തിലെ ആരാധനാലയ കേന്ദ്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അറിയപ്പെടുന്ന പേര് ദേവസ്വം. ദേവസ്വം വക ഭൂമിയാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ സ്കൂളാണ് എന്നൊക്കെ പറയത്തില്ല. എന്ന് വെച്ചാൽ എന്തുവാ? ആരാധനാലയ കേന്ദ്രത്തിന്റെ ഭൂമി. ഇതാണ് ലോജിക്ക്. ഇപ്പൊ പ്രാചീന കേരളത്തിലെ ആരാധനാലയ കേന്ദ്രങ്ങളുടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഭൂമി അറിയപ്പെടുന്ന പേരാണ് ദേവസ്വം. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ദേവസ്വം എന്നറിയപ്പെടുന്ന ഭൂമിയിൽ നിന്ന് കുറച്ച് ബ്രാഹ്മണർക്ക് ദാനമായി കൊടുക്കും.
അതിനെ അറിയപ്പെടുന്ന പേരാണ് ബ്രഹ്മസ്വം. അപ്പൊ ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയ ഭൂമി അറിയപ്പെടുന്ന പേര് ബ്രഹ്മസ്വം എന്ന. മൂന്നാമത്തെ വസ്തുതയുണ്ട്. ഈ പറയുന്ന കഴകം എന്നറിയപ്പെടുന്ന വിഭാഗമുണ്ട്. നമുക്കറിയാം ദേവസ്വം ബോർഡ് നിയമനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരു വസ്തുതയാണ് തളി, കഴകം എന്നറിയപ്പെടുന്ന, വാച്ച്മാൻ തുടങ്ങിയിട്ടുള്ള റൂം അറ്റൻഡർ അല്ലെങ്കിൽ റൂം ബോയ് എന്നൊക്കെ കേൾക്കാറില്ലേ. അപ്പൊ ഇവിടെ പ്രാചീന കേരളത്തിൽ കഴകക്കാർക്ക് പതിച്ചു നൽകിയ ഭൂമി അറിയപ്പെടുന്ന പേരാണ് എന്ത്? വിരുത്തി എന്ന് പറയും. ഇത് മുൻകാല വർഷ ചോദ്യം ഇങ്ങനെയാണ്. 1931 ഗുരുവായൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ 1931 ഗുരുവായൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയ ഭൂമി അറിയപ്പെടുന്ന പേരാണ് വിരുത്തി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാടുവാഴികളുടെ ഭൂമി അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വകഭൂമി. ഈ ചേരി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും റോയലൊക്കെ ഇല്ലയോ, രാജാവ് റോയൽ ഇല്ലയോ, ചേരിലൊന്നും വരത്തില്ലെന്ന് വിചാരിക്കരുത്. ചേരിക്കലിന്റെ മറ്റൊരു പേരാണ് പണ്ടാര വകഭൂമി. ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാര വകഭൂമി അറിയപ്പെടുന്ന പേര് എന്താണ്? രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമി. ഈ പഴയകാലത്തെ രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമി പിന്നീട് ജനാധിപത്യ ഗവൺമെന്റ് നിലവിൽ വരുമ്പോൾ ഗവൺമെന്റ് ഏറ്റെടുക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഭൂമി എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ. ഇതിന്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് പറഞ്ഞേക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചോദ്യം എന്തെയാണ്? പ്രാചീന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സങ്കേതങ്ങളുടെയും സംരക്ഷണ സേനയെ അറിയപ്പെടുന്ന പേര് ചങ്ങാതം എന്നാണ്. അവർക്ക് നൽകിയ പ്രതിഫലത്തെ അറിയപ്പെടുന്ന പേര് കാവൽ പണം എന്നാണ്. ഇനി നമ്മൾ ഈ പറയുന്ന കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് മഹാശിലായുഗം. അവിടെ ആ പേരിൽ തന്നെ ഉണ്ട് ശിലായുഗം എന്ന് പറഞ്ഞാൽ എന്താ? ശിലകൾ കൊണ്ടുണ്ട യുഗം. ആദിമ നിവാസികളായിട്ടുള്ള മനുഷ്യർ ആദ്യമായിട്ട് അല്ലെങ്കിൽ അവർ ആദ്യകാലത്ത് താമസിച്ചിരുന്നത് കാടുകളിലാണ് അല്ലെങ്കിൽ വനത്തിലാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് അവർ ഈ പറഞ്ഞ വേട്ടയാടലിന്റെ പശ്ചാത്തലത്തിൽ എങ്ങോട്ടേക്ക് കുടിയേറി മാറുന്നു? ഈ പറഞ്ഞ തീരദേശം അല്ലെങ്കിൽ തീരത്തേക്ക്, ഓരോ നദിയുടെ തീരങ്ങളിലേക്ക് താമസം മാറുന്നു. അങ്ങനെ നദിയുടെ തീരങ്ങളിൽ അവര് താമസം ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്കാരങ്ങൾ ഉണ്ടായി. അതാണ് നദീതട സംസ്കാരങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ എന്താ ഈ മഹാശിലായുഗം എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. BC 500 AD 300 ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മെഗാലിത്തിക് ഏജ് അല്ലെങ്കിൽ മഹാശിലായുഗ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. വേറെ ഒന്നുമില്ല. മഹാശിലായുഗ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ശിലകൾ കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഉപകരണങ്ങളായിക്കോട്ടെ, ചരിത്ര നിർമ്മിതികളായിക്കോട്ടെ, സ്മാരകങ്ങളായിക്കോട്ടെ, എല്ലാം എന്തുകൊണ്ട്? ശിലകൾ കൊണ്ട്. മഹാശില എന്ന് പറഞ്ഞാൽ വലിയ കല്ലുകൾ കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ അറിയപ്പെടുന്ന പേരാണ് മഹാശിലായുഗ കാലഘട്ടം. ഇനി പ്രാചീന കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്തെ സ്മാരക രൂപങ്ങളെ അറിയപ്പെട്ട പേരാണ് മഹാശിലാ സ്മാരകങ്ങൾ. ഈ മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന മഹാശിലായുഗ കാലഘട്ടം. തിരിച്ചു മറിച്ചുമൊക്കെ. ഇനി പ്രാചീന ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയണേജ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മഹാശിലായുഗ സംസ്കാര കാലഘട്ടമാണ്. പ്രാചീന ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയണേജ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മഹാശിലായുഗ സംസ്കാര കാലഘട്ടമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണ് എടയ്ക്കൽ ഗുഹ നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ്. എടയ്ക്കൽ ഗുഹ നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്ത് മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ഇംഗ്ലീഷുകാരന്റെ പേര് ഫ്രെഡ് ഫോസറ്റ് എന്നാണ്. ഇത് SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന വസ്തുതയാണ്. SCERT സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്ന അല്ലെങ്കിൽ NCERT സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചാപ്റ്റർ വായിക്കുക. അതിനുശേഷം നിങ്ങൾ ആ ചാപ്റ്ററിന്റെ ബോക്സിൽ കൊടുത്തേക്കുന്നത് ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചാൽ SCERT പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അതല്ലാതെ SCERT എപ്പോഴും വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് SCERT ഒരു തവണ ഒരു ചാപ്റ്റർ വായിക്കുക. അതിനുശേഷം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇൻവെർട്ടർ കോമയിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ വാക്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടുപിടുത്തങ്ങളുണ്ടോ, ഏതെങ്കിലും വ്യക്തിയുടെ സ്ഥാപനത്തിൻ്റെയൊക്കെ പടം സഹിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും പഠിക്കണം. അപ്പൊ എടയ്ക്കൽ ഗുഹ നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ്. എടയ്ക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആഫ്രിക്ക എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ല വയനാടാണ്. വയൽ നാട് എന്നാണ് പഴയകാലത്ത് വയനാടിനെ അറിയപ്പെട്ട പേര്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? അമ്പുകുത്തി മലനിരകളിലാണ്. എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ഇംഗ്ലീഷുകാരന്റെ പേര് ഫ്രെഡ് ഫോസറ്റ് എന്നാണ്. ഇനി ഈ എടയ്ക്കൽ ഗുഹയിലെ ശിലാലിഖിതങ്ങളിൽ, അതായത് ശിലാലിഖിതം എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടുത്തെ ശിലകളിൽ എഴുതപ്പെട്ട രേഖകൾ, അവിടെ എഴുതാൻ ഉപയോഗിച്ച ലിപിയുടെ പേര് ദ്രാവിഡ ബ്രാഹ്മിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം.
അടുത്തത് മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഈ പറയുന്ന മഹാശിലായിക സ്മാരക സംസ്കാരത്തെ പറ്റി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുനിയറ. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം അത് ഇടുക്കി ജില്ലയിലെ മറയൂർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. മറയൂരിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. മറയൂർ ശർക്കരയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ. മറയൂരിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെട്ട കേരളത്തിലെ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മറയൂറാണ്. അത് ഇടുക്കി ജില്ലയിലാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, കുടക്കല്ല് പറമ്പ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന പ്രദേശമാണ് ചേരമങ്ങാട് അല്ലെങ്കിൽ ചെരമങ്ങനാട്. ചേരമങ്ങാട് അല്ലെങ്കിൽ ചെരമങ്ങനാടിന്റെ പ്രത്യേകത എന്താ? കുടക്കല്ല് പറമ്പ്. നമ്മൾ പറയും കുടക്കല്ല്, തൊപ്പിക്കല്ല്, നന്നങ്ങാടി എന്നറിയപ്പെടുന്ന ഒരു ഏരിയയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ കുടക്കല്ല് പറമ്പ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് ചേരമങ്ങാടാണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ഓരോ മഹാശിലായിക അവശിഷ്ട കേന്ദ്രങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ചോദിക്കാറുണ്ട്. ഒന്ന് നമുക്കറിയാം, മറയൂർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയാണ്. ചോദ്യം എങ്ങനെ വരുന്നത്? മഹാശിലായിക അവശിഷ്ട കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലമായ മറയൂർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയാണ്. പോർക്കളം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തേൻ കൈലാസം എന്ന് പഴയകാലത്ത് അറിയപ്പെട്ട തൃശ്ശൂർ ജില്ലയിലാണ് പോർക്കളം എന്ന മഹാശിലായിക അവശിഷ്ട കേന്ദ്രമുള്ളത്. കുപ്പവല്ലി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. കുപ്പവല്ലി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. മങ്ങാട് എന്നറിയപ്പെടുന്ന മഹാശിലായിക അവശിഷ്ട കേന്ദ്രം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആനക്കര എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട്. ആനക്കാട് എന്നെങ്കിലും ഓർക്കാലോ. ആനക്കര പാലക്കാട്. ദെൻ കടനാട് എന്നറിയപ്പെടുന്ന പ്രദേശം കോട്ടയം. ചേരമങ്ങാട് എന്നറിയപ്പെടുന്ന പ്രദേശം എവിടെയാണ്? അത് തൃശ്ശൂരാണ്. ഓക്കെ ആണല്ലോ. ഇന്ന് 5am ബാച്ചിലും റിവിഷൻ ബാച്ചിലും റെഗുലർ ബാച്ചിലും പഠിക്കേണ്ടത് തന്നിട്ടുള്ള മെറ്റീരിയൽസ് പഠിക്കണം, തന്നിട്ടുള്ള വീഡിയോ ക്ലാസ് പഠിക്കണം, അതിന് മൈക്രോ നോട്ട്സ് പഠിക്കണം. എന്തൊക്കെ സിലബസ് ഫാക്ട് തന്നിട്ടുണ്ടോ മാജിക് മന്ത്രം ഉൾപ്പെടെ കമ്പൽസറി ആയിട്ടും പഠിച്ചിട്ട് വേണം രാത്രി 9 മണിക്ക് ശേഷമുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക, പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് നന്നങ്ങാടികൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും ആവർത്തിച്ചാണ് ചോദിക്കുക. കാരണം ഇത് പഴയ SCRT ആണ്, പുതിയ SCRT കണ്ടന്റിലും ഉണ്ട്. നന്നങ്ങാടികൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പ്രാചീന കാലത്ത് മൃത അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഓരോ ഭടന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഭടന്മാർ പോകുന്ന സമയത്ത്, അതായത് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആര് പോവും? ഈ പറയുന്ന പട്ടാള സൈന്യക്കാർ പോവും. സൈന്യക്കാർ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പട്ടാള സൈന്യവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? മരിക്കാറുണ്ട്. അങ്ങനെ പ്രാചീന കാലത്ത് മൃത അവശിഷ്ടങ്ങൾ, അവരുടെ ഭൗതിക ശരീരങ്ങൾ അടക്കം ചെയ്ത വലിയ മൺഭരണികളെ അറിയപ്പെടുന്ന പേരാണ് നന്നങ്ങാടികൾ. ഈ നന്നങ്ങാടികളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുതുമക്കത്താഴികൾ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. നന്നങ്ങാടികൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താ? മുതുമക്കത്താഴികൾ എന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, യുദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാവിന്റെ ശവകുടീരത്തിൽ സ്ഥാപിക്കുന്ന കല്ലിനെ അറിയപ്പെടുന്ന പേരാണ് വീരക്കല്ല് അല്ലെങ്കിൽ നടുക്കല്ല്. ഇപ്പൊ നോക്കൂ, വേറെ ഒന്നുമില്ല. ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാ, ഞാൻ മരിച്ചാൽ ഞാൻ യോദ്ധാവാ, ഞാൻ വീരനായിട്ടാ മരിച്ചത് എങ്കിൽ എൻ്റെ ശവകുടീരത്തിൽ സ്ഥാപിക്കുന്ന കല്ലിന്റെ പേര് വീരക്കല്ല് അല്ലെങ്കിൽ നടുക്കല്ല് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി മത്സര പരീക്ഷയിൽ പുരാതന ഗ്രന്ഥങ്ങൾ ചോദിക്കാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, കേരളത്തെ പറ്റി പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായിട്ടുള്ള ഏറ്റവും പുരാതന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് വാർത്തികം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. കേരളത്തെ പറ്റി പരാമർശമുണ്ട്, കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, കേരളത്തിൽ ആദിമ നിവാസികളെ അറിയപ്പെടുന്ന പേരെന്താ? കേരളത്തിൽ ആദിമ നിവാസികളെ അറിയപ്പെടുന്ന പേര് നെഗ്രിറ്റോയിഡ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, കേരളത്തെ സംബന്ധിച്ച് പരാമർശമുള്ള പുരാതനമായ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരാണ് ഐതരേയാരണ്യകം. കേരളത്തെ സംബന്ധിച്ച് പരാമർശമുള്ള പുരാതനമായ സംസ്കൃത ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ഐതരേയാരണ്യകമാണ്. ഇനി AD 4-ാം നൂറ്റാണ്ടിൽ കേരള വർണ്ണന നടത്തിയ ഉത്തരേന്ത്യൻ കവി ആരെന്ന് ചോദിച്ചാൽ അത് കാളിദാസനാണ്. കാളിദാസന്റെ ആണല്ലോ രഘുവംശം. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം,
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട വസ്തുത, കുലശേഖര ആഴ്വാർമാർ എന്നറിയപ്പെടുന്ന ഒരു മേഖല കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യത്തിൽ കേരള ചരിത്രത്തിന് പ്രാധാന്യമുള്ള ആദ്യ കൃതികളായി കൺസിഡർ ചെയ്യുന്നത് രണ്ട് കൃതികളെയാണ്. ഒന്ന് തപതി സംവരണവും മറ്റൊന്ന് സുഭദ്രാ ധനഞ്ജയവും. ഈ സുഭദ്രാ ധനഞ്ജയം നാടകമാണ്. ഈ പറയുന്ന സുഭദ്രാ ധനഞ്ജയം, തപതി സംവരണം എന്നറിയപ്പെടുന്ന കൃതികൾ എഴുതിയത് അത് കുലശേഖര ആഴ്വാറാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ളതും പുതിയ SCRT ഉള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശങ്കരനാരായണൻ. പ്രത്യേകത, സ്ഥാണുരവി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണല്ലോ സ്ഥാണുരവി. ഈ സ്ഥാണുരവിയുടെ സദസ്യനും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായിരുന്ന വ്യക്തിത്വമാണ് ശങ്കരനാരായണൻ. കുലശേഖര ആഴ്വാർമാരുടെയും രാജശേഖര വർമ്മയുടെയും ശങ്കരാചാര്യരുടെയും സമകാലികനായിരുന്നു ആര്? ശങ്കരനാരായണൻ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇദ്ദേഹം എഴുതിയ ഗ്രന്ഥമുണ്ട്. AD 869 അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരാണ് ശങ്കര നാരായണീയം. സ്ഥാണുരവിയുടെ 25ാം ഭരണവർഷത്തിലാണ് ശങ്കരനാരായണീയം എഴുതിയത്. ഈ പറഞ്ഞ സ്ഥാണുരവിയുടെ കാലഘട്ടം ഈ ഗ്രന്ഥത്തിൽ കൃത്യമായി സൂചിപ്പിക്കുന്നു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ പരീക്ഷകളിൽ ആവർത്തിച്ചേരിയ മൂഷക വംശകാവ്യം, നമുക്കറിയാം ചരിത്രപരമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി എന്നറിയപ്പെടുന്നത് മൂഷക വംശമാണ്. ഈ മൂഷകവംശ മഹാകാവ്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ പറയുന്ന ചരിത്രപരമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേരളീയ കൃതിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെ ഏകദേശം 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലം പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് മൂഷകവംശം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മൂഷക രാജവംശത്തിൽ ആദ്യത്തെ രാജാവ് രാമഘടൻ, അവസാനത്തെ രാജാവ് ശ്രീകണ്ഠൻ. അങ്ങനെ 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലം പ്രതിപാദിക്കുന്ന കൃതിയാണ് മൂഷകവംശ മഹാകാവ്യം എന്നറിയപ്പെടുന്നത്. 15 അധ്യായങ്ങളാണ് ഇതിനുള്ളത്. സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടത്. മൂഷകവംശ മഹാകാവ്യം എഴുതിയത് അതുലൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ഈ അതുലൻ ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും അവസാന മൂഷക രാജവംശത്തിലെ ഭരണാധികാരിയായ ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു ആര്? അതുലൻ എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. മൂഷക വംശകാവ്യം എന്നറിയപ്പെടുന്ന മേഖല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഈ മൂഷക രാജവംശത്വം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏഴിമല രാജവംശം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മൂഷക രാജവംശമാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. രാമഘടൻ, രാജാവിനെ മറക്കരുത്. രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെ ഈ പറയുന്ന അതുലൻ ആരുടെ കവിയായിരുന്നു? കൊട്ടാരം കവിയായിരുന്നു. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ന്യൂജൻ ചോദ്യം തന്നെയാണ് കമ്പൈൻ ചെയ്തേക്കുന്നത്. ഒന്ന്, ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ LMS എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന കൂട്ടായ്മകളെ നമ്മൾ പൊതുവെ മിഷണറികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. LMS എന്നറിയപ്പെടുന്ന LMS എന്ന് പറയുന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചു തന്നെ മാറ്റണം. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അടുത്തത്, മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസും മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അത് അർണോസ് പാതിരിയ. അർണോസ് പാതിരിക്ക് ഒരു കൃതിയുണ്ട്, പുത്തൻ പാന എന്ന കൃതി എഴുതിയത് അർണോസ് പാതിരിയാണ്. ദെൻ രാജ്യസമാചാരം, മലയാളത്തിൽ ആദ്യ പത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണല്ലോ. ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് അത് സ്ഥാപിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാ. ഇപ്പൊ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. അവിടെ കുഴഞ്ഞു പോകും നമ്മൾ. മലയാളത്തിൽ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസും മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അത് അർണോസ് പാതിരിയുമാണ്. അടുത്തത്, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? അത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വസ്തുത, ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയ ആരെന്ന് ചോദിച്ചാൽ അത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. മലയാളത്തിൽ ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത്
ഹെർമൻ ഗുണ്ടർട്ടാണ്. ഈ ഹെർമൻ ഗുണ്ടർട്ടാണല്ലോ രാജ്യസമാചാരം എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ചത്, പശ്ചിമോദയം എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ചത് ഹെർമൻ ഗുണ്ടർട്ട. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് അത് സംക്ഷേപ വേദാർത്ഥമാണ്. ഈ സംക്ഷേപ വേദാർത്ഥം എഴുതിയത് ക്ലമന്റ് പിയാനോസ് ആണ്. ഇപ്പൊ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാ? അത് സംക്ഷേപ വേദാർത്ഥം. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന വസ്തുത എന്താ? മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് തയ്യാറാക്കി, മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി തയ്യാറാക്കി. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയതാരാണ്? അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാ? അത് സംക്ഷേപ വേദാർത്ഥമാണ്. എഴുതിയത് ക്ലമന്റ് പിയാനോസ് ആണ്. അടുത്തത്, മലയാളത്തിൽ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അത് ഹെർമൻ ഗുണ്ടർട്ട. ഇംഗ്ലീഷ് മലയാളം അവിടെ കുഴഞ്ഞു പോരുത്. മലയാളത്തിൽ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടും ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുണ്ട് അത് തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയ. ആദ്യം ഇംഗ്ലീഷ് ബി ബെഞ്ചമിൻ ബെയ്ലി, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടുമാണ്. തിരിഞ്ഞു പോലെ ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയ്ലി. അപ്പൊ ABCDയിൽ ആദ്യ അക്ഷരം ബി ആണല്ലോ, എ കഴിഞ്ഞാൽ ബി. ദെൻ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. 1846 മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞായിരുന്നല്ലോ, LMS എന്നറിയപ്പെടുന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റി ഏത് മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാ പ്രവർത്തിച്ചത്? അത് തിരുവിതാംകൂർ. CMS ചർച്ച് മിഷൻ സൊസൈറ്റി എന്നറിയപ്പെടുന്ന CMS പ്രവർത്തിച്ചത് കൊച്ചി മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും തിരുവിതാംകൂർ മേഖലയുടെ സമഗ്രമായിട്ടുള്ള ഈ പറഞ്ഞ വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടിയാണ് CMS പ്രവർത്തിച്ചത്. BM എന്നറിയപ്പെടുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തിച്ചത് മലബാർ മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ്. അപ്പൊ LMS പ്രവർത്തിച്ചത് തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, CMS പ്രവർത്തിച്ചത് കൊച്ചിയുടെയും തിരുവിതാംകൂറിനെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, BM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തിച്ചത് മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി. ഇനി ആവർത്തന ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയേക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലണ്ടൻ മിഷണറി സംഘത്തിലെ പ്രധാനി ആരെന്ന് ചോദിച്ചാൽ അത് റവറൻഡ് മീഡാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലണ്ടൻ മിഷണറി സംഘത്തിലെ പ്രധാനി ആരാണ്? റവറൻഡ് മീഡ്. അടുത്ത 1818 മട്ടാഞ്ചേരിയിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ വിദേശി ആരെന്ന് ചോദിച്ചാൽ അത് ഡൗസൺ ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തുടങ്ങിയപ്പോഴേ ഞാൻ പഠിപ്പിച്ച ഒരു മേഖലയാണ്. ഓരോ ഭൂമികൾ ചോദിച്ചായിരുന്നു. ക്ഷേത്രഭൂമി ഏതാണ്? ബ്രാഹ്മണ ഭൂമി ഏതാണ്? നാടുവാഴിയുടെയും രാജാവിൻ്റെയും ഭൂമി ഒന്ന് തന്നെയാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ ആ ഒരു കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് ആൻസർ മനസ്സിലൊന്ന് പറഞ്ഞേ. ആൻസർ ഞാൻ പറഞ്ഞോളാം. ഒന്ന്, ഓപ്ഷൻ തെറ്റായ ജോഡി എന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റായതെന്നല്ലയോ? അപ്പൊ ശരിയായത് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കണം. ഓക്കെ. ഇപ്പൊ ദേവസ്വം ക്ഷേത്രഭൂമി, പ്രാചീന കേരളത്തിലെ അല്ലെങ്കിൽ പ്രാചീന തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ ഭൂമി അറിയപ്പെടുന്ന പേരാണല്ലോ എന്ത്? ദേവസ്വം. ക്ഷേത്രഭൂമിയാണ് ദേവസ്വം. ബ്രാഹ്മണ ഭൂമി ബ്രഹ്മസ്വം, ശരിയാണ്. വിരുത്തി നാടുവാഴിയുടെ ഭൂമിയാണോ? വിരുത്തി എന്ന് പറഞ്ഞാൽ നാടുവാഴിയുടെ ഭൂമി അല്ല. വിരുത്തി എന്ന് പറഞ്ഞാൽ ആരുടെ ഭൂമിയാണ്? വിരുത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴക ഭൂമി അറിയപ്പെടുന്ന പേരാണ് വിരുത്തി. രാജാക്കന്മാരുടെ ഭൂമി അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമി അറിയപ്പെടുന്ന പേര് പണ്ടാരവക, അതുമല്ലെങ്കിൽ ചേരിക്കൽ എന്നാണ്. അപ്പൊ തെറ്റായ ജോഡി ഏതാ? തെറ്റായ ജോഡി വിരുത്തിയാണ്. ഓപ്ഷൻ സി ആണ്. അപ്പൊ തിരുത്തി എങ്ങനെ പഠിക്കുന്നത്? ദേവസ്വം ക്ഷേത്രഭൂമി, ബ്രഹ്മസ്വം ബ്രാഹ്മണ ഭൂമി, വിരുത്തി എന്ന് പറഞ്ഞാൽ കഴക ഭൂമിയാ. പണ്ടാരവക ഭൂമി അറിയപ്പെടുന്ന പേര് ഒന്നെങ്കിൽ രാജാവിന്റെ ഭൂമി അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമി. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ചേരിക്കലിന്റെ മറ്റൊരു പേരാണ് പണ്ടാരവക ഭൂമി. അത് രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമിയാണ്. ഇനി അവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പണ്ടാരവക ഭൂമി എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല. 1865 തിരുവിതാംകൂറിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിളംബരം സംഘടിപ്പിക്കും. ആ വിളംബരത്തിന്റെ പേരാണ് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. നമ്മളെ കുഴപ്പിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ഒന്ന്, 1215, 1865, 1936. ഈ 3 വർഷങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് നോട്ട് ചെയ്യാനേ പറയുന്നുള്ളൂ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുക എന്നുള്ളതാണ് മത്സര പരീക്ഷയുടെ പ്രത്യേകത. അതല്ലാതെ ഒരു തവണ വായിച്ച് ഒരു തവണ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമ്മൾ
റിവിഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മറവിയിൽ സംഭവിക്കും, മറന്നുപോകും. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുക, ഈ കണ്ടന്റുകളൊക്കെ ഒന്ന് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. ആ ഒരു റിവിഷൻ മെത്തേഡാണ് നമ്മൾ സ്റ്റഡി പ്ലാനിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1865 പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന വിളംബരം സംഘടിപ്പിക്കും. അതായത് ഈ പറയുന്ന കൃഷിഭൂമി, രാജാവിൻ്റെ കയ്യിലുള്ള കൃഷിഭൂമി അല്ലെങ്കിൽ ജന്മിയുടെ കയ്യിലുള്ള കൃഷിഭൂമി പിടിച്ചെടുത്തിട്ട് കുടിയാന്മാർക്ക്, അതായത് കർഷകർക്ക് വിതരണം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ചരിത്രപരമായി പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്ന ഒരു ലോജിക്കിലേക്ക് വരുന്നത്. അപ്പം ഈ 1865 പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരി ആയില്യം തിരുനാള. പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയാം, പണ്ടാര ആയില്യം എന്നെങ്കിലും ഓർത്തു വെക്കണം. അപ്പൊ നോക്കൂ, വേറെ ഒന്നുമില്ല, ഞാൻ ആയില്യം നാള് ജനിച്ചൊരു വ്യക്തിയാണ്. കൊല്ലം ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട്, ആയില്യം നാളുകാരെയൊക്കെ ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കുന്നത്. ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുന്ന ഞാൻ ആയില്യം നാള് ജനിച്ചാണെന്നിരിക്കട്ടെ, എങ്കിൽ നമ്മളെല്ലാവരും നെഗറ്റീവായിട്ട് കണക്കാക്കുന്നത്. ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും എൻ്റെ കിഴക്കേലേക്കോ പടിഞ്ഞാറ്റയിലേക്കോ വടിക്കയിലേക്കോ തെക്കോലേക്കോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവരില്ലാണ്ടായി പോവും, അല്ലെങ്കിൽ അവർ കുളം കോരും എന്നൊക്കെ ഒരു തെറ്റായ ധാരണ ഈ കൊല്ലം ജില്ലയിലെ അന്ധവിശ്വാസ വിഭാഗത്തിലുണ്ട്. അപ്പൊ അതൊരു ലോജിക്കായിട്ട് നമ്മൾ എടുക്കുക. പണ്ടാര ആയില്യം, ഹാളിൽ കയറുമ്പോൾ പണ്ടാര ചിത്തിര, പണ്ടാര ഉത്തരവൊന്നും ആവരുത്, പണ്ടാര ആയില്യം. പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ വർഷം എന്ന 1865 പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്. ഇനി ഈ പണ്ടാരപ്പാട്ട വിളംബരത്തെയാണ് തിരുവിതാംകൂറിലെ കർഷക മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇനി അതിന്റെ ചരിത്രം പരിശോധിച്ചു. 1215 ജൂൺ 15 ജോൺ രാജാവ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി റണ്ണീമീഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ലോകത്തിൽ ആദ്യത്തെ അവകാശ പത്രിക ഒപ്പുവെക്കും. ലോകത്തിൽ ആദ്യത്തെ അവകാശ പത്രിക മാഗ്ന കാർട്ട, അത് 1215. 1865 പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലെ കർഷക മാഗ്ന കാർട്ട, അവിടെ ഒരു ഉടമ്പടിയാ. ദെൻ 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, കേരളത്തിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 1936 നവംബർ 12. അപ്പൊ 1215 മാഗ്ന കാർട്ട, 1865 പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലെ കർഷക മാഗ്ന കാർട്ട, 1936 തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, കേരളത്തിന്റെ മാഗ്ന കാർട്ട. ഇതൊക്കെ അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇനി ഇതെല്ലാം നിങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പമാർഗം പറഞ്ഞു തരിക. കാണാപ്പാഠം പഠിക്കാനല്ല, ജസ്റ്റ് മനസ്സിലുണ്ടാകാൻ വേണ്ടി ഒരു എളുപ്പമാർഗം, അതൊരു സ്റ്റേറ്റ്മെന്റ് ട്രിക്കായിട്ട് ഓർത്തു വെക്കുക. ഓരോ ചരിത്ര സംഭവങ്ങളും നടന്ന വർഷവും അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളെയും പറയാൻ പോകും. ഒന്ന്, കുണ്ടറ വിളംബരം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുണ്ടറ കളിമൺ ഫാക്ടറി, കുണ്ടറ കളിമൺ ഫാക്ടറി, കളിമൺ ഫാക്ടറികൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലമാണ് കുണ്ടറ. കുണ്ടറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. ഈ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. അപ്പൊ കുണ്ടറ വിളംബരത്തിന്റെ വർഷം എന്ന 1809 പ്രഖ്യാപിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ പറ്റി പഠിക്കുമ്പോൾ 5 പ്രധാനപ്പെട്ട വസ്തുതകൾ നിങ്ങൾ പഠിക്കണം. ഒന്ന്, നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലം ജില്ലയിൽ ഹജൂർ കച്ചേരി, കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരി വേലുത്തമ്പി ദളവയാണ്. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട്, ഈ 3 സ്ഥലങ്ങളിൽ, ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് എന്നറിയപ്പെടുന്ന 3 പ്രദേശങ്ങളിൽ ആഴ്ചച്ചന്ത സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. മിക്ക പ്രസിദ്ധീകരണങ്ങളിലും അടിമച്ചന്ത എന്നാണ് കൊടുത്തേക്കുന്നത്, ആഴ്ചച്ചന്ത എന്നാണ് കറക്റ്റ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടതാണ്. 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിക്കുന്നത്. 1859 ചാന്നാർ വിളംബരം. 1859 ഈ ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരി ഉത്രം തിരുനാള. അപ്പൊ എന്റെ കൂടെ എന്ന് പറഞ്ഞേ, കുണ്ടറ വിളംബരം 1809 വേലുത്തമ്പി ദളവ, ചാന്നാർ വിളംബരം 1859 ഉത്രം തിരുനാൾ. അടുത്തത് പണ്ടാരപ്പാട്ട വിളംബരം. ഞാൻ എന്തോ വായിച്ചേ? പണ്ടാരായില്യം. 1865 പണ്ടാരപ്പാട്ട വിളംബരം. അടുത്തത് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശനം. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 1936 നവംബർ 12 പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര് ശ്രീ ചിത്തിര തിരുനാളാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രഖ്യാപിക്കുന്നത് 1941 ജനുവരി 26 പ്രഖ്യാപിച്ച ഭരണാധികാരി
VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രഖ്യാപിച്ച വർഷം പറ. 1941 ജനുവരി 26 പ്രഖ്യാപിച്ച ഭരണാധികാരി അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അല്ലെങ്കിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രഖ്യാപിക്കുകയല്ല, കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട ആശയം 1941 ജനുവരി 26 വരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായിട്ട് കൺസിഡർ ചെയ്യുന്നത് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി എല്ലായ്പ്പോഴും പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് നമ്മളെ കുഴപ്പിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ചാന്നാർ സമരം. ചാന്നാർ സമരത്തിന്റെ മറ്റൊരു പേരാണ് ശീല വഴക്ക്, അതുമല്ലെങ്കിൽ മേൽമുണ്ട് സമരം, അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം. വേറെ ഒന്നുമില്ല. 1812കളിൽ തെക്കൻ തിരുവിതാംകൂറിലാണ് ഈ പറയുന്ന ചാന്നാർ കലാപം എന്നറിയപ്പെടുന്ന, ശീല വഴക്കെന്നറിയപ്പെടുന്ന, മേൽമുണ്ട് കലാപം എന്നറിയപ്പെടുന്ന മാറുമറയ്ക്കൽ കലാപം നടക്കുന്നത് 1812 തെക്കൻ തിരുവിതാംകൂറിലാണ്. തുടക്കത്തിൽ ഇതൊരു പ്രാദേശിക സമരമായിട്ട് മാറുക 1812. പിന്നീട് 1812-13 അപ്പൊ ഇങ്ങനൊരു പ്രതികരണമുണ്ട്, അല്ലെങ്കിൽ ചാന്നാർ സമരമുണ്ട്, അല്ലെങ്കിൽ ശീലവഴക്കുണ്ട്, മേൽമുണ്ട് സമരമുണ്ട്, മാറുമറയ്ക്കൽ സമരം ഉണ്ടെന്ന് മനസ്സിലാക്കിയ കേണൽ മൺറോ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ചെയ്യുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് 1812-13കളിൽ ക്രിസ്തു മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അധികാരം കൊടുത്ത നിയമം കൊണ്ടുവന്നത് കേണൽ മൺറോയാണ്. അപ്പൊ ഈ കേണൽ മൺറോന്റെ ഉദ്ദേശം എന്തുമായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. മതപരിവർത്തനം. ഈ പറയുന്ന ചാന്നാർ സ്ത്രീകളായിട്ടുള്ള ആളുകൾ മേൽമുണ്ട് ധരിക്കണമെങ്കിൽ എങ്ങോട്ട് മാറണം? ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ മതി. അപ്പൊ ക്രിസ്തീയ മതപരിവർത്തനം നടക്കും എന്ന ധാരണ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരും. ഈ നിയമത്തിനെതിരെ ആളുകൾ പ്രതിഷേധിക്കും. അങ്ങനെ 1822 ഒന്നാം ചാന്നാർ സമരം നടക്കും. അപ്പൊ ചില ആളുകൾ കരുതും ഈ 1812-13കളിൽ സമരം ഉണ്ടോ? സമരം തുടങ്ങി വരിക. അതിന്റെ ഓരോ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന ഓരോ സമരത്തിന്റെയും ആ ഒരു എക്സ്ട്രീം ലെവൽ, അല്ലെങ്കിൽ സെനിത്ത് എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീം ലെവൽ എത്തിയതിനു ശേഷം 1822 ഒന്നാം ചാന്നാർ സമരം നടക്കും. ഈ ഒന്നാം ചാന്നാർ സമരത്തിന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. സ്പിരിച്വൽ ലീഡർ ഓഫ് ചാന്നാർ സ്ട്രൈക്ക് എന്നാണ് ചോദിക്കാറുള്ളത്. ആത്മീയ നേതാവ് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ അവിടെ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റം ഈ പറഞ്ഞ ചാന്നാർ സമരം. ഓക്കെ, 1859 ജൂലൈ 26 ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കും. 1859 ജൂലൈ 26 ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കും. ഈ ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരി ഉത്രം തിരുനാൾ. അപ്പൊ വെറുതെ അങ്ങ് തിരുവിതാംകൂർ രാജാവിനെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഒരാളുടെ നിർദ്ദേശം അദ്ദേഹം സ്വീകരിക്കും. ഹാരിസൺ പ്രഭുവിന്റെ, മദ്രാസ് ഗവർണറായ ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കുന്നത്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് കേരളത്തിൽ ആദ്യത്തെ, അല്ലെങ്കിൽ കേരളത്തിലെന്നല്ല, കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക കലാപം എന്നറിയപ്പെടുന്നത് ഈ ചാന്നാർ കലാപമാണ്. ചില മത്സര പരീക്ഷയിൽ ചാന്നാർ കലാപം എന്നാണെന്ന് ചോദിച്ചിട്ട് 1859 വാല്യൂ ചെയ്തിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കി പോണേ, ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഒന്ന് ഓപ്ഷൻ എ നോക്കിയേ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാർ. നിങ്ങൾ തന്നെ പറ, ശരിയാണോ തെറ്റാണോ? ശരിയാ. ഈ മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം മലബാറാണ്. മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് ഒരു കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞത് കെ കേളപ്പൻ. ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാർ. ഈ മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അത് ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ്. ശ്രീരംഗപട്ടണ ഉടമ്പടി ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും കൂടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്നാണ് മലബാർ ആരുടെ കീഴിലാകുന്നത്? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാകുന്നത്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പു തോറ്റതിനെ തുടർന്നാണ് മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലാകുന്നത്. അതിന് കാരണമായ ഉടമ്പടിയുടെ പേര് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാണ്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലായ വർഷം 1800. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശം മദ്രാസ് സർക്കാർ, അന്നത്തെ സർക്കാർ എന്ന് പറഞ്ഞാൽ മദ്രാസ് പ്രവിശ്യ പ്രദേശമാണ്. അപ്പൊ മദ്രാസ് സർക്കാരിന്റെ കീഴിലായ വർഷം 1800. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക. മദ്രാസ് നഗരത്തിന്റെ ശില്പി ആരാ? മദ്രാസ് നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. മറക്കല്ലേ, ഫ്രാൻസിസ് ഡേ ആണ് മദ്രാസ് നഗരത്തിന്റെ ശില്പി. അപ്പൊ അവിടെ പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടോ? ഉണ്ട്. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്
അത് ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. ഓക്കെ, അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാ. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു വസ്തുത, ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നറിയപ്പെടുന്ന ഉടമ്പടി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ പ്രത്യേകത മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയെ പ്രഖ്യാപിച്ച വർഷം 1792. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റ് കപ്പലുകൾ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തുള്ള കപ്പലുകൾ വ്യാപാരം തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസിനെ അറിയപ്പെടുന്ന പേരാണ് കാർട്ടസ്. അപ്പൊ കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്ന പാശ്ചാത്യ രാജ്യം ഏതാ? അത് പോർച്ചുഗീസുകാരാ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണല്ലോ. തിരിഞ്ഞു പോലെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പറങ്കി പടയാളികൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. പറങ്കി പടയാളികൾ സർദാർ KM പണിക്കർ എഴുതിയ പുസ്തകമാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് നോട്ട് ചെയ്തേക്കുക. ദെൻ വല്ലിപ്പണി എന്ന അടിമ സമ്പ്രദായം നമ്മൾ നേരത്തെ പറഞ്ഞ വയനാട് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്ന അടിമ സമ്പ്രദായം വല്ലിപ്പണി. ഈ വല്ലിപ്പണി എന്നറിയപ്പെടുന്ന അടിമ സമ്പ്രദായത്തിനെതിരെ 1961 AK ഗോപാലൻ നടത്തിയ സമരത്തിന്റെ പേരാണെന്ത്? അമരാവതി സത്യാഗ്രഹം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത, പ്രതിഫലമില്ലാതെ നിർബന്ധമായിട്ട് ജോലി സമ്പ്രദായം ഉണ്ടായിരുന്നു. യൂറോപ്പിൽ അതിനെ അറിയപ്പെടുന്ന പേര് കോർവി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടെന്നേ. ഈ ലോകരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ എടുത്തോ, യൂറോപ്യൻ രാജ്യങ്ങളെ എടുത്തോ, ഇന്ത്യയിലെ പഴയകാല ഇന്ത്യ എടുത്തോ, തിരുവിതാംകൂർ പ്രദേശത്തെ എടുത്തോ, ഈ പറഞ്ഞ പല ജില്ലയിലും നിർമ്മിച്ചേക്കുന്ന നിർമ്മിതികളൊക്കെ നിങ്ങൾ എടുത്തോ, പഴയകാല നിർമ്മിതികളൊക്കെ. അവിടെ എല്ലാം അടിമ സമ്പ്രദായം, അടിമപ്പണിയെ ചെയ്യിപ്പിച്ചത്. പ്രതിഫലം കൊടുക്കൂല. പ്രതിഫലമില്ലാതെ അവരെ കൊണ്ട് നിർബന്ധമായിട്ട് ജോലി ചെയ്യിപ്പിക്കും. ഞാൻ അവിടുത്തെ പ്രജയാണ് അല്ലെങ്കിൽ ജനങ്ങളാണെന്നിരിക്കട്ടെ, ഈ ക്ലാസ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെല്ലാം അവിടുത്തെ ജനങ്ങളാണെങ്കിൽ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും, എന്നിട്ട് പൈസ തരത്തില്ലെന്ന്. അങ്ങനെ പ്രതിഫലമില്ലാതെ നിർബന്ധമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം യൂറോപ്പിൽ ഉണ്ടായിരുന്നു. അതിനെ കോർവി എന്നറിയപ്പെടുന്നു. ഇന്ത്യ വിഷ്ടി എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂർ ഊഴിയമ്മേൽ എന്നറിയപ്പെടുന്നു. വയനാട് ഇടുക്കി ജില്ലയിൽ അതിനെ അറിയപ്പെടുന്ന പേര് വല്ലിപ്പണി എന്ന. ഇത് ഞാൻ നേരത്തെ പഠിപ്പിച്ചതുകൊണ്ടാണ് പറഞ്ഞങ്ങ് പോകുന്നത്. 1961 ഇടുക്കി ജില്ലയിൽ ഈ പറഞ്ഞ വല്ലിപ്പണിക്ക് എതിരെ നടത്തിയ സമരത്തിന്റെ പേരാണ് അമരാവതി സത്യാഗ്രഹം. AK ഗോപാലനാണ് ഇതിന്റെ നേതാവ്. 1961. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. യൂറോപ്യന്മാരുണ്ടല്ലോ, യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ക്രമം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചിലപ്പം PDBF അല്ലെങ്കിൽ പോഡ ബീഫെ എന്നും പറഞ്ഞൊക്കെ വായിച്ചു വെച്ചപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമത് വന്നത് ഡച്ചുകാർ, മൂന്നാമത് ബ്രിട്ടീഷുകാർ, 4 ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ. ഇനി യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിന്ന് പോയ ക്രമം എന്ന് പറഞ്ഞാൽ DBFP. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. DBFP. ആദ്യം പോയത് ഡച്ചുകാർ, രണ്ടാമത് പോയത് ബ്രിട്ടീഷുകാർ, 3 ഫ്രഞ്ചുകാർ, 4 പോർച്ചുഗീസുകാർ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും അവസാനം വന്ന ആള് എന്നല്ല പറയേണ്ടത്, ഏറ്റവും ആദ്യം വന്ന പോർച്ചുഗീസുകാരൻ ഏറ്റവും അവസാനമാണ് പോയത്. അപ്പോൾ വന്ന ക്രമം നമുക്ക് ഓർമ്മയുണ്ട്. PDBF ചില ആളുകൾ പോഡ ബീഫെ പോർച്ചുഗീസുകാർ, പോ ഡച്ചുകാർ, ഡ ബി ബ്രിട്ടീഷുകാർ, ഫെ ഫ്രഞ്ചുകാർ എന്നൊക്കെ പഠിക്കും. അപ്പോൾ PDBF. ദെൻ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിന്ന് പോയ ക്രമം ചോദിച്ചാൽ അത് DBFP എന്ന. ആദ്യം ഡച്ചുകാർ, 2 ബ്രിട്ടീഷുകാർ, 3 ഫ്രഞ്ചുകാർ, 4 പോർച്ചുഗീസുകാർ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷകളിൽ ചോദിച്ച ഒരു ഏരിയയാണ്. SCERT സ്കൂൾ ടെക്സ്റ്റിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ സ്കൂൾ ടെക്സ്റ്റ് ഉണ്ട്. ആധുനിക കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളും അങ്ങനത്തുള്ള ഓരോരോ ടേമുകൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലും +2 +1 സ്കൂൾ ടെക്സ്റ്റിലുമുള്ള ഒരു ഏരിയയാണ് ഈ പറയാൻ പോകുന്നത്. ഈ ബോക്സിൽ കൊടുത്തേക്കുന്ന ഇത്രയും സംഘടനകളും അതിൻ്റെ സ്ഥാപകരെയും ഒന്ന് നോട്ട് ചെയ്തേക്കണം. 1 മാർക്ക് ഉറപ്പാണ്. 100% 1 മാർക്ക് ഉറപ്പാണ്. കാരണം മിക്ക മത്സര പരീക്ഷയിൽ നിന്നും ഇതിനകത്ത് നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. അതുകൊണ്ടാണ് SCERT നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. ഒന്ന്, സമത്വ സമാജം എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ചട്ടമ്പി സ്വാമികൾക്ക് സംഘടനയൊന്നും അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകത കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം. അതായത് നായർ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട അനാചാരങ്ങളാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകന്റെ പേരാണ് അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ പേരുള്ള ചട്ടമ്പി സ്വാമികൾ. ഇനി ശ്രീനാരായണ ഗുരു ഫോം ചെയ്ത സംഘടനയുടെ പേരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ദെൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയ്ക്ക് സംഘടനകളൊന്നുമില്ല. സംഘടനകൾ ഈ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ പറ്റി പഠിക്കുമ്പം
4 പ്രധാനപ്പെട്ട വസ്തുത നിങ്ങൾ പഠിച്ചേ മതിയാകൂ. ഒന്ന്, വാഴത്തട വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ്, പിടിയേരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്, കെട്ടുതെങ്ങ് പദ്ധതിയുടെ ഉപജ്ഞാതാവ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള സാക്ഷരതയുടെ പിതാവ്. ഒത്തിരി പ്രത്യേകതയുണ്ട്. പിടിയേരി സമ്പ്രദായം, കെട്ടുതെങ്ങ് വ്യവസ്ഥ അല്ലെങ്കിൽ കെട്ടുതെങ്ങ് സമ്പ്രദായം, 105 പദ്ധതി, ഇതൊക്കെ ഈ പറഞ്ഞ കുര്യാക്കോസ് ഏലിയാസ് അവർ കൊണ്ടുവന്നതാണ്. ഇനി അയ്യങ്കാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സാധുജന പരിപാലന സംഘം. ഇനി പറയുന്ന നവോത്ഥാന സംഘടനകളെല്ലാം പഠിക്കാൻ വേണ്ടി ഒരു പാക്കേജ് തന്നോളാം. ഇപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അയ്യങ്കാളി ആരംഭിച്ച സംഘടന സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയുടെ പേരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാക്ഫടാനന്ദന സംഘടന ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പന്റെ സംഘടന സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പന്റെ സംഘടന ആര്യ സമാജം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, നായർ സർവീസ് സൊസൈറ്റി ആരുടേതാ? അത് മന്നത്ത് പത്മനാഭൻ. യോഗക്ഷേമ സഭ ചോദിച്ചാലോ? VT ഭട്ടതിരിപ്പാട്. കുമാരഗുരുദേവന്റെ സംഘടനയുടെ പേര് പൊയ്യൽ യോഹന്നാൻ എന്നാണ് കുമാരഗുരുദേവനെ അറിയപ്പെടുന്നത്. ഈ കുമാരഗുരുദേവന്റെ സംഘടനയുടെ പേരാണ് പ്രത്യക്ഷ രക്ഷാദൈവ സഭ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി മത്സര പരീക്ഷയിൽ ഈ പറയുന്ന NCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. 3 പ്രദേശങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്ന് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഇവിടെ ഓരോരോ ഉടമ്പടിയും ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഒന്ന്, 1792 പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്രീരംഗപട്ടണം ഉടമ്പടി. ആർക്ക് കിട്ടുന്നു? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് എന്ത് കിട്ടുന്നു? മലബാർ ലഭിച്ച ഉടമ്പടി അല്ലെങ്കിൽ മലബാർ ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടി ചോദിച്ചാൽ അത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഇനി മലബാർ 1800 മലബാർ എന്ത് ചെയ്യുന്നു? മദ്രാസ് സർക്കാരിന് കീഴിലാകുന്നു. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. കൊച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൊച്ചിയിൽ 1791 ബ്രിട്ടീഷുകാരുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടും. അതായത് കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമാകുന്ന വർഷം 1791 എന്നാണ് സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ഇനി കൊച്ചി 1800 എന്ത് ചെയ്യും? മദ്രാസ് സർക്കാരിന്റെ കീഴിലാകുന്ന 1800. അപ്പം മലബാറും കൊച്ചിയും മദ്രാസ് സർക്കാരിന്റെ കീഴിലാകുന്ന ഒരേ വർഷമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ അവിടെ നിന്ന് വ്യത്യസ്തമാകുന്നത് തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ മദ്രാസ് സർക്കാരിന്റെ കീഴിലായിട്ടുണ്ടോ? ഇല്ല. 1795 ബ്രിട്ടീഷുകാരുമായിട്ട് തിരുവിതാംകൂർ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടും. അതായത് തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്ന വർഷം 1795. ഈ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട 1805 ഒരു പ്രത്യേകതയുണ്ട്. ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടിയിൽ കൂടി ഒപ്പുവെക്കും. ഉടമ്പടി ഇതാണ്. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യരാജ്യമായി മാറുന്ന ഉടമ്പടി 1805. അങ്ങനെ പ്രധാനപ്പെട്ട 6 ഉടമ്പടിയുടെ വർഷം ഒന്ന് നോട്ട് ചെയ്തേക്കണം. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നു. 1800 പ്രത്യേകത മലബാർ മദ്രാസ് സർക്കാരിന് കീഴിലായി. കൊച്ചിയുടെ പ്രത്യേകത 1791 ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമാകുന്നു. കൊച്ചി 1800 എന്ത് ചെയ്യുന്നു? കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ആ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കും. ഇനി തിരുവിതാംകൂർ 1805 ബ്രിട്ടീഷുകാരുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ട് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായി മാറുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ മത്സര പരീക്ഷയിൽ ഓരോ നവോത്ഥാന നായകന്മാരെ പറ്റി ഡീറ്റെയിൽ ആയി പഠിക്കണം. ആ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ SCERT NCERTയും കവർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബേസ് ഫാക്റ്റാണ്. വൈകുണ്ഠസ്വാമികളെ പറ്റി സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ്, അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് സമത്വ സമാജം എന്നാണ്. സമത്വ സമാജം സംഘടന അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒന്ന് അഖില തിരുട്ടും, മറ്റൊന്ന് അരുൾ നൂലും. അപ്പൊ അഖില തിരുട്ട്, അരുൾ നൂൽ എന്നീ കൃതികൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ്. ഇത് കൃതികളായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അദ്ദേഹം ഒന്നും പ്രസിദ്ധീകരണമായിട്ട് മാഗസിനായിട്ടോ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല, കൃതികളാണ്. ഇനി അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഒന്ന്, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയാണ് അയ്യാവഴി അല്ലെങ്കിൽ പാത്ത് ഓഫ് ദി ഫാദർ എന്നറിയപ്പെടുന്നത്. ഈ അയ്യാവഴിക്ക് ഒരു ചിഹ്നമുണ്ട്. അയ്യാവഴിയുടെ ചിഹ്നം എന്നറിയപ്പെടുന്നത് തീജ്വാല വഹിക്കുന്ന താമര. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായിട്ട് അദ്ദേഹം നിലകൊണ്ടു.
അതുകൊണ്ടാണ് സമത്വ സമാജം എന്ന സംഘടന 1836 സ്ഥാപിക്കുന്നത്. ഈ 1836 ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിലൊന്നാണ് സമത്വ സമാജം. അതല്ലാതെ 1836 അദ്ദേഹം ആദ്യമായി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണമെന്ന് ആദ്യമായി നിർദ്ദേശിക്കുന്നത് ഈ വൈകുണ്ഠസ്വാമികളാണ്. 1836 100 വർഷം കഴിഞ്ഞിട്ടാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം സാധ്യമാകുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടൻ്റാണ്. ചട്ടമ്പി സ്വാമികളെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒന്ന്, അദ്ദേഹത്തെ അറിയപ്പെടുന്ന അപരനാമങ്ങൾ ഇമ്പോർട്ടൻ്റാണ്. വിദ്യാധിരാജൻ, സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. ചട്ടമ്പി സ്വാമികളുടെ അപരനാമമാണ് അയ്യപ്പൻ കുഞ്ഞൻപിള്ള, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ്. അദ്ദേഹം ക്ലാസ് മോണിറ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചട്ടമ്പി എന്ന് പേര് കൊടുത്തത്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ആദിഭാഷ, വേദാധികാര നിരൂപണം. ഈ വേദാധികാര നിരൂപണത്തിനൊക്കെ ഒത്തിരി പ്രത്യേകതയുണ്ട്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വേദാധികാര നിരൂപണമൊക്കെ വായിച്ചിട്ട് ഓരോ പ്രമുഖരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക, പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അദ്ദേഹം കൊണ്ടുവന്ന, ചട്ടമ്പി സ്വാമികൾ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ പറയുമ്പോൾ, ഒന്ന്, അദ്ദേഹം ജാതി വ്യവസ്ഥയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയൊക്കെ എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അദ്ദേഹം വിലയേറിയ സംഭാവനകൾ നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ആദിഭാഷ എന്ന് പറയുന്നത്. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന ഏകാധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ആദിഭാഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളായിട്ടുള്ള പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണമൊക്കെ എഴുതുന്നത്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ചട്ടമ്പി സ്വാമിയുടെ വേദാധികാര നിരൂപണത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്ക്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് അഭിപ്രായപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ടാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അയ്യങ്കാളിയെ പറ്റി എടുത്തോ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംഘടന നമ്മൾ നേരത്തെ പറഞ്ഞു, സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം മാത്രമല്ല, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരളത്തിലെ ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. നമ്മൾ ഈ പരീക്ഷകളിൽ കയറുമ്പം കറുത്ത സൂര്യൻ എന്ന് കാണുമ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ എന്ന് വിചാരിക്കരുത്, ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ഒരു പരീക്ഷാ ചോദ്യം ഇതാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അയ്യങ്കാളിയാണ്. അപ്പൊ അയ്യങ്കാളിയുടെ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രത്യേകതയുണ്ട്. ഒന്ന്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സമരം സംഘടിപ്പിക്കുന്നു. തൊഴിലാളി സമരങ്ങൾ, അതായത് കേരളത്തിൽ ആദ്യത്തെ, തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. 1907 അദ്ദേഹം ഒരു സംഘടന ഫോം ചെയ്തു. സംഘടനയുടെ പേര് സാധുജന പരിപാലന സംഘം എന്നാണ്. 1915 കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് 2 സമരങ്ങൾ, ഒരു സമരം തന്നെയാണ്, 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. പെരിനാട് സമരം, അതുമല്ലെങ്കിൽ കല്ലുമാല സമരം എന്നറിയപ്പെടുന്ന പെരിനാട് സമരം. ഈ കല്ലുമാല സമരം തന്നെയാണ് പെരിനാട് സമരം, പെരിനാട് സമരം തന്നെയാണ് കല്ലുമാല സമരം. ആ കല്ലുമാല സമരം തന്നെയാണ് കമ്മൻകുളം സമരം എന്നറിയപ്പെടുന്നത്. നേതൃത്വം നടത്തിയത് അയ്യങ്കാളിയാണ്. സെയിം വർഷം 1915 തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ സമരത്തിന്റെ പേരാണ് ഊരൂട്ടമ്പല ലഹള, അല്ലെങ്കിൽ 90-ാം ആണ്ട് കലാപം, അല്ലെങ്കിൽ പുലേ ലഹള. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഒത്തിരി സവിശേഷതയുണ്ട്, ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരത്തേയില്ല. വക്ക അബ്ദുൽ ഖാദർ മൗലവി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകത, 4 പ്രത്യേകത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ചത് വക്ക അബ്ദുൽ ഖാദർ മൗലവി. ഈ വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനത്തിന്റെ പേരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ, സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം, പത്രം വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. ആദ്യത്തെ എഡിറ്റർ എന്നറിയപ്പെടുന്നത് CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആദ്യ എഡിറ്റർ പോലും ആരല്ല? രാമകൃഷ്ണപിള്ളയല്ല, CP ഗോവിന്ദപിള്ള എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന K രാമകൃഷ്ണപിള്ള പത്രാധിപരായിട്ട് മാറുന്നത്. ഇനി ഈ പറഞ്ഞ വക്ക അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച അറബി മലയാളം മാസികയുടെ പേരാണ് അൽ ഇസ്ലാം. 3 മാസിക അദ്ദേഹത്തിനുണ്ട്. ഒന്ന് മുസ്ലിം എന്നറിയപ്പെടുന്ന മാസിക വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന മാസിക വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. ദീപിക എന്നറിയപ്പെടുന്ന മാസിക വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത, അദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ
പിതാവെന്നറിയപ്പെടുന്നു. അദ്ദേഹം ആരംഭിച്ച പത്രം ഇമ്പോർട്ടൻ്റ് ആണ്, സ്വദേശാഭിമാനി പത്രം. എൻ്റെ പത്രാധിപനില്ലാതെ എനിക്ക് എൻ്റെ അച്ചും അച്ചുകൂടവും എന്തിന് എന്നൊക്കെ പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി നമുക്ക് വേണ്ടത് വാക്ഫടാനന്ദനെ പറ്റിയാണ്. വാക്ഫടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. VK ഗുരുക്കൾ എന്ന് നോക്കിയാൽ മതി. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് പുള്ളി ജനിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ. ക്വസ്റ്റ്യനകത്ത് എവിടെങ്കിലും ഊരാളുങ്കൽ ഉണ്ടോ നോക്കണം. ഊരാളുങ്കൽ ബാങ്ക്, ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഊരാളുങ്കൽ പരസ്പര സഹായ സംഘം, ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ സഹായ സംഘം തുടങ്ങിയിട്ടുള്ള ഊരാളുങ്കൽ സംഘമൊക്കെ സ്ഥാപിച്ചത് വാക്ഫടാനന്ദനാണ്. വാക്ഫടാനന്ദൻ ആരംഭിച്ച സംഘടനയുടെ പേരാണ് ആത്മവിദ്യാ സംഘം. ഇനി അദ്ദേഹം ആരംഭിച്ച 2 പ്രസിദ്ധീകരണങ്ങളാണ്. ഒന്ന് അഭിനവ കേരളം, അത് മാസികയാണ്. ആത്മവിദ്യാ കാഹളം, അതൊരു പത്രിക. വീണ്ടും ആവർത്തിക്കുന്നു, ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വാല്യൂ ചെയ്യുന്നത് അത് അഭിനവ കേരളമാണ്. ഇദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചത് ഈ പറഞ്ഞ വാക്ഫടാനന്ദനാണ്. 8 മട്ടെന്നറിയപ്പെടുന്ന സാമൂഹിക ദുരാചാരത്തിനെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകൻ വാക്ഫടാനന്ദനാണ്. കർഷക മിത്രമെന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. ഒത്തിരി പ്രത്യേകതയുണ്ട് വാക്ഫടാനന്ദനുമായി ബന്ധപ്പെട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇനി പറയുന്നത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, നമ്മൾ നേരത്തെ പറഞ്ഞു, കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. വിദേശീയരുടെ സഹായം ഇല്ലാതെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അതുകൊണ്ടാണ് വാഴത്തട വിപ്ലവത്തിന് ഉപജ്ഞാതാവെന്ന് ആരെ അറിയപ്പെടുന്നത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ അറിയപ്പെടുന്നത്. കെട്ടുതെങ്ങ് പദ്ധതിയുടെ ഉപജ്ഞാതാവ്, 105 പദ്ധതിയുടെ ഉപജ്ഞാതാവ്, പിടിയേര് സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്, പള്ളിയോടൊപ്പം സ്കൂൾ എലോം വിത്ത് ചർച്ച് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമുണ്ട്, അമ്പലങ്ങൾക്കൊപ്പം സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരു. അപ്പൊ നമുക്ക് വേണ്ടതാ പ്രസിദ്ധീകരണങ്ങൾ. ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേതാ. ഇടയ നാടകങ്ങൾ എന്നറിയപ്പെടുന്ന കൃതി, ധ്യാന സല്ലാപങ്ങൾ എന്നറിയപ്പെടുന്ന കൃതി, നളാഗമങ്ങൾ എന്നറിയപ്പെടുന്ന കൃതിയൊക്കെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേതാണ്. മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. പിടിയേര് സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്, അതായത് സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, അതിനുവേണ്ടി ഓരോ വീടുകളിലും പോയി ഒരു പിടി അരി വീതം കളക്ട് ചെയ്യും. അതിനെയാണ് പിടിയേര് സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഏറ്റവും സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായിട്ട് കേരളത്തിൽ ആദ്യമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചത് ഈ പറഞ്ഞ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഘടനകളാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഒന്ന് CMI, മറ്റൊന്ന് CMC, മറ്റൊന്ന് അമലോത്ഭവ ദാസ സംഘം. CMI, CMC, അമലോത്ഭവ ദാസ സംഘം. കാർമലൈറ്റ് മേരി ഓഫ് ഇമാക്കുലേറ്റ് എന്നാണ് CMAയുടെ പൂർണ്ണരൂപം. CMC എന്ന് പറഞ്ഞാൽ കൺഗ്രഗേഷൻ ഓഫ് മദേഴ്സ് കാർമൽ എന്നാണ്. ദെൻ അമലോത്ഭവ ദാസ സംഘം. തിരിയരുത്, ആത്മവിദ്യാ സംഘം വാക്ഫടാനന്ദന്റെയാണ്. അമലോത്ഭവ ദാസ സംഘം ആരുടേതാണ്? അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേതാണ്. അടുത്തത് VT ഭട്ടതിരിപ്പാട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ നാടകമാണല്ലോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുക. തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിയിൽ VT ഭട്ടതിരിപ്പാട് 1908 ഫോം ചെയ്ത സംഘടനയുടെ പേരാണ് യോഗക്ഷേമ സഭ. ഈ യോഗക്ഷേമ സഭ ഫോം ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക, മേക്ക് നമ്പൂതിരി ആസ് എ ഹ്യൂമൻ ബീയിങ്. ചോദ്യം ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആയിക്കോട്ടെ, നമുക്കൊരു പ്രോബ്ലം ഇല്ല, കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഓക്കെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ: 1, നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായിട്ടുള്ള പെരുമാറ്റങ്ങളെ അദ്ദേഹം നിന്ദിച്ചു, അല്ലെങ്കിൽ പെരുമാറ്റങ്ങളെ നിന്ദിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. സ്ത്രീധന സമ്പ്രദായം, പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയൊക്കെ അദ്ദേഹം എതിർത്തു. അതൊക്കെ ഈ പറയുന്ന VT ഭട്ടതിരിപ്പാടിന്റെ പ്രത്യേകതകളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രജനീ രംഗം, സത്യം എന്ന് ഇവിടെ മനുഷ്യനാകുന്നു ഒക്കെ, പോം വഴി എന്നറിയപ്പെടുന്ന കൃതികളൊക്കെ VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അതായത് നാടകം ഇമ്പോർട്ടൻ്റ് ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഓക്കെ ആണല്ലോ. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റായി. ഇനി നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ഫാക്ട്. ഇത്രയും നവോത്ഥാന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ അല്ലെങ്കിൽ സത്യാഗ്രഹങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിലൊന്നാണ് വൈക്കം സത്യാഗ്രഹം. ഏറ്റവും കൂടുതൽ തവണ ചോദ്യസാധ്യത ഏറിയതും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ഏരിയ വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ഗുരുവായൂർ സമരമുണ്ട്. അങ്ങനെ ധാരാളം സമരങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത സമരം എന്നറിയപ്പെടുന്നത് ഈ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 മുതൽ 25 വരെയാണ്. 603 ദിവസമാണ് ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്.
വൈക്കം സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, വൈക്കം ക്ഷേത്രം നമുക്കറിയാം കോട്ടയം ജില്ലയിലെ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ശിവക്ഷേത്രമാണ് വൈക്കം എന്നറിയപ്പെടുന്നത്. വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന് തീരത്താണ്. ഈ വൈക്കം മുതൽ തവണക്കടവ് വരെയാണ് കേരളത്തിലെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ടായ ആദ്യമായിട്ട് സർവീസ് നടത്തിയത്. അങ്ങനെ ഒത്തിരി പ്രത്യേകത. ഇപ്പൊ ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടത്തിയ ആദ്യത്തെ സംഘടിത സമരം എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 25 വരെ 603 ദിവസമാണ് നടക്കുന്നത്. ഇതിന്റെ പ്രാദേശിക നേതാക്കൾ 3 വ്യക്തികളാണ്: കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നറിയപ്പെടുന്ന 3 വ്യക്തികളാണ് ഈ വൈക്കം സമരത്തിന്റെ പ്രാദേശിക നേതാക്കൾ. പ്രധാന നേതാക്കളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. TK മാധവൻ വൈക്കം സമരത്തിന് പ്രധാന നേതാവ്. K കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഗ്രാമദീപം എന്ന മാസിക സ്ഥാപിച്ച K കേളപ്പൻ വൈക്കം സമരത്തിന് പ്രധാന നേതാവ്. CV കുഞ്ഞിരാമൻ പ്രധാന നേതാവ്. KP കേശവമേനോൻ എന്നറിയപ്പെടുന്നത് പ്രധാന നേതാവ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാക്കളിൽ പെടാത്തതാര് എന്ന് ചോദിച്ചിട്ട് ഈ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നറിയപ്പെടുന്ന ഓപ്ഷൻ ഇടയ്ക്കോട്ട് വേറെ ആരെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ ഉത്തരമായി വരേണ്ടത് ഇവരെ 3 പേരുമല്ലാതെ ഈ പ്രാദേശിക നേതാക്കളായ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നറിയപ്പെടുന്ന 3 പ്രാദേശിക നേതാക്കളല്ലാതെ വേറെ ആരെങ്കിലും ഉൾപ്പെടുത്തുവാണെങ്കിൽ അതാണ് പ്രാദേശിക നേതാവ് അല്ലാത്തത്. ഓക്കെ, പ്രധാന നേതാക്കൾ TK മാധവനുണ്ട്, K കേളപ്പനുണ്ട്, CV കുഞ്ഞിരാമനുണ്ട്, KP കേശവമേനുണ്ട്. ഇനി ഈ പ്രധാന നേതാവ് ആരെന്ന് എടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ആരെ തന്നെയാണ്? TK മാധവനെ തന്നെയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇത് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അയിത്തോച്ചാടന പ്രമേയം പാസ്സാക്കും. അതായത് വൈക്കം ക്ഷേത്രത്തിൽ ഒരു അൺടച്ചബിലിറ്റി നടക്കുന്നു അല്ലെങ്കിൽ ഒരു അയിത്തോച്ചാടനം നടക്കുന്നു എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സമര പരിപാടി കൊണ്ടുവരും. അതാണ് ഈ പറഞ്ഞ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നറിയപ്പെടുന്ന 3 പ്രാദേശിക നേതാക്കൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനഡ എന്നറിയപ്പെടുന്ന INC സമ്മേളനത്തിൽ TK മാധവൻ ഒരു പ്രമേയം പാസ്സാക്കും അല്ലെങ്കിൽ അവതരിപ്പിക്കും. ആ പ്രമേയം എഴുതി അവതരിപ്പിച്ചത് TK മാധവൻ. ഈ പ്രമേയം പാസ്സാവും. അതാണ് വൈക്കം അയിത്തോച്ചാടന പ്രമേയം. ഈ വൈക്കം അയിത്തോച്ചാടന പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വൈക്കം ക്ഷേത്രത്തിൽ വരുന്നത്. ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി വരുന്നുണ്ട് 1925. അടുത്തത് തീണ്ടൽ പലക എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെടാന്ന് ചോദിച്ചാൽ വൈക്കം ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അയിത്ത ജാതിക്കാർ ഇതുവഴി പ്രവേശിക്കരുത് എന്ന് പറയുന്ന ബോർഡിനെയാണ് തീണ്ടൽ പ്ലേറ്റ് അല്ലെങ്കിൽ തീണ്ടൽ പലക എന്നറിയപ്പെടുന്നത്. ഈ വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അത് വെറുതെ അല്ല, മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് ജാഥ സംഘടിപ്പിച്ചത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931 നടക്കുന്നത്. 2021 90-ാം വാർഷികം ആഘോഷിച്ച ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഇതിന്റെ ഗുരുവായൂർ സമരത്തിന്റെ പ്രധാന നേതാവ് K കേളപ്പനാണല്ലോ ഗ്രാമദീപം എന്ന മാസിക സ്ഥാപിച്ചത്. ഗുരുവായൂർ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അല്ലെങ്കിൽ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ജാഥ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പുമാണ്. 2-2. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനും വോളണ്ടിയർ ജാഥ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെയാണ് പാടുന്ന പടവാൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാ? മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി ആരായിരിക്കും? K കേളപ്പൻ. ഇനി NSS വരുമ്പോൾ നേരെ തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K കേളപ്പനാണ്. NSSന്റെ പ്രസിഡന്റ് K കേളപ്പൻ, സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. തിരിഞ്ഞു പോരുത്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K കേളപ്പൻ. അപ്പൊ ഗുരുവായൂർ സമരത്തിന്റെ നേതാവ് ആരാണ്? K കേളപ്പനാണ്. അടുത്തത് കേരളത്തിൽ ആദ്യമായി, നമ്മൾ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ആദ്യമായിട്ട് ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഗുരുവായൂരാണ്. ഏത് താലൂക്കിലാണ് ജനഹിത പരിശോധന നടക്കുന്നത്? പൊന്നാനി താലൂക്കിലാണ്. ഇനി ഈ പറയുന്ന ഗുരുവായൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നത് P കൃഷ്ണപിള്ളയാണ്.
പി കൃഷ്ണപിള്ള. ഈ പി കൃഷ്ണപിള്ളയാണ് സഖാവ് എന്നറിയപ്പെടുന്നത്. സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഈ പറയുന്ന പി കൃഷ്ണപിള്ളയാണ്. പാമ്പ് കടിയേറ്റ് മരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതയുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് 1931 വടകര സമ്മേളനമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1931 വടകര സമ്മേളനമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ഓർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ഓർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ഓർക്കണം. ഈ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട വസ്തുത. ഒന്ന്, ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയത് അവതരിപ്പിച്ചത്, തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരും ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ഓർമ്മയുമാണ്. അപ്പൊ നമുക്ക് വേണ്ട വസ്തുത, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തന്നെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്നും വിശേഷിപ്പിക്കുന്നത്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിക്കുന്നത് TK മാധവനാണ്. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന വർഷം 1947 കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന വർഷം എത്ര തന്നെ? 1947. 1947 3 പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം കിട്ടുന്ന വർഷം 1947. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം 1947. പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം നടക്കുന്ന വർഷം 1947. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരാണ്. കേരളത്തിന്റെ മാഗ്നാ കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജി. ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തന്നെ ആധുനിക കാലത്തെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാര്യ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ വേണ്ടി ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് CP രാമസ്വാമി അയ്യറാണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുകയും നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തേക്കുകയും ചെയ്തേക്കുന്ന ഒരു ഏരിയയാണ് മലബാർ രാഷ്ട്രീയ സമ്മേളനം, ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം ഇതാണ്, താഴെ പറയുന്നതിൽ 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാത്ത വിഷയം ഏതാ? ഇവിടെ ആൻസറായിട്ട് വരേണ്ടത് ക്ഷേത്രപ്രവേശനം എന്നറിയപ്പെടുന്ന വിഷയം ഏത് എന്നാണ് ചോദ്യം. അതായത് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാത്ത വിഷയമാണ്. ആൻസറായിട്ട് വരേണ്ടത് ക്ഷേത്രപ്രവേശനമാണ്. ഈ പറയുന്ന ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് എന്നറിയപ്പെടുന്ന 3 കാര്യങ്ങളും 1920 മഞ്ചേരി മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, 1916 മുതൽ 1920 വരെ, 1916, 1917, 1918, 19, 20 അങ്ങനെ 5 വർഷങ്ങളായി 5 മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 5നും വർഷമുണ്ട്. അത് വർഷം ഓർക്കാൻ എളുപ്പം, 1916 മുതൽ 20 വരെ. അതല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ 5 സമ്മേളനങ്ങളുടെയും കാലഘട്ടം ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, അധ്യക്ഷനും ഇമ്പോർട്ടൻ്റ്. അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം 1920 അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം ചർച്ച ചെയ്തു, കുടിയാൻ പ്രശ്നം ചർച്ച ചെയ്തു, ഖിലാഫത്ത് എന്നറിയപ്പെടുന്ന പ്രശ്നവും ചർച്ച ചെയ്തു. അപ്പം മലബാർ കുടിയാന്മ നിയമം നിലവിൽ വന്ന വർഷം 1929. അപ്പൊ കുടിയാൻ പ്രശ്നം ചർച്ച ചെയ്യുന്ന 20, 29 ഈ പറയുന്ന മലബാർ കുടിയാന്മ നിയമം നിലവിൽ വരുന്നത്.
ഇനി ഈ പറയുന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വർഷവും അതിന്റെ വേദിയും അധ്യക്ഷൻ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം. ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1916 പാലക്കാട് ജില്ലയിലാണ് നടക്കുന്നത്. അധ്യക്ഷ ആനി ബസന്റ്. അപ്പൊ ഒന്നാം സമ്മേളനം 1916, അധ്യക്ഷ പാലക്കാടാണ്, സ്ഥലം പാലക്കാട്, അധ്യക്ഷ ആനി ബസന്റ്. രണ്ടാം സമ്മേളനം 1917 കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. CP രാമസ്വാമി അയ്യറാണ് രണ്ടാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ദെൻ മൂന്നാം സമ്മേളനം 1918 തലശ്ശേരിയിലാണ് അത് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് നടക്കുന്നത്. ആസാദ് അലി ഖാൻ ബഹദൂർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അതിന്റെ അധ്യക്ഷൻ. ഓക്കെ, അപ്പൊ ഒന്നാം സമ്മേളനം 1916 പാലക്കാട് ആനി ബസന്റ്. കൂടെ പറഞ്ഞേ, ഒന്നാം സമ്മേളനം 1916 പാലക്കാട് ആനി ബസന്റ്. രണ്ടാം സമ്മേളനം 1917 കോഴിക്കോട് CP രാമസ്വാമി അയ്യർ. മൂന്നാം സമ്മേളനം 1918 തലശ്ശേരി ആസാദ് അലി ഖാൻ ബഹദൂർ ആണ്. അടുത്തത് നാലാം സമ്മേളനം 1919 എവിടെയും വടകര, കോഴിക്കോട് ജില്ലയിലെ വടകര, തച്ചോളി ഒതന്റെ ജന്മസ്ഥലമായ വടകര, അവിടെ KP രാമൻ മേനോനാണ് അധ്യക്ഷൻ. അഞ്ചാം സമ്മേളനം 1920 മഞ്ചേരിയിലാണ് നടക്കുന്നത്. മഞ്ചേരിയിൽ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യറാണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ മഞ്ചേരി എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ 3 കാര്യങ്ങൾ ചർച്ച ചെയ്തു നമ്മൾ പറഞ്ഞില്ലേ? ഏതൊക്കെയാ? ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഇതിൽ അസംതൃപ്തരായിട്ടുള്ള ആനി ബസന്റും അവരുടെ അനുയായികളും, ഈ പറയുന്ന ചർച്ചയിലൊക്കെ പല പല ചർച്ചകൾ വരുമല്ലോ. അപ്പൊ അങ്ങനെ ആനി ബസന്റും അവരെ സപ്പോർട്ട് ചെയ്ത കുറച്ച് അനുയായികളും ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും, അഞ്ചാം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് കേരളത്തിലെ സൂററ്റ് എന്ന് എന്തിനെ അറിയപ്പെടുന്നത്? 1920 നടന്ന അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെയാണ് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ നമുക്കറിയാം, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് രാജ് ബിഹാരി ഘോഷ് സൂററ്റ് സമ്മേളനം, സൂററ്റ് സ്പ്ലിറ്റ് എന്നൊക്കെ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ സിലബസിലുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുതയാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചു. അതിന്റെ പേരാണ് ലോഗൻ കമ്മീഷൻ. ഈ ലഹളകളിൽ നടന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ ലഹളകളെയും അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ കാർഷിക പ്രശ്നങ്ങളാണെന്നാണ് ഈ കമ്മീഷൻ കണ്ടെത്തുന്നത്. മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി 1854 മലബാർ സ്പെഷ്യൽ പോലീസ് എന്നറിയപ്പെടുന്ന MSP ഫോം ചെയ്യും. 1855 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു മലബാർ കളക്ടർ വധിക്കും. അത് HV കനൂലി. ഒന്ന് നോട്ട് ചെയ്തേക്കണേ, 1855. ഇതെല്ലാം SCRT സ്കൂൾ ടെക്സ്റ്റാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പൂക്കോട്ടൂർ സംഭവം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 1921 മാപ്പിള ലഹളയെ തുടർന്ന് മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ നടക്കുന്നത്. അപ്പൊ മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ നടക്കുന്നത് 1921 ഏതുമായി ബന്ധപ്പെട്ട? ഈ 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാ. 1921 സമയത്ത് മലബാറിലെ കളക്ടറിന്റെ പേരാണ് EF തോമസ്. മലബാർ ലഹളയുടെ കേന്ദ്രം അത് തിരൂരങ്ങാടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, മലബാർ കലാപത്തിന്റെ നേതാക്കൾ എന്നറിയപ്പെടുന്നത് ഒന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. ഈ 3 വ്യക്തികളാണ് കലാപത്തിന്റെ നേതാക്കൾ. മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ആരാ? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. ഇനി ഈ പറയുന്ന 1921 മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് ഫോം ചെയ്യും. ആ താൽക്കാലിക ഗവൺമെന്റ് നേതൃത്വവും ഈ പറഞ്ഞ അലി മുസ്ലിയാറാണ്. അവിടെ മറ്റ് 2 ചോദ്യമുണ്ട്. ഒന്ന്, മലബാർ ലഹളയെ തുടർന്നുണ്ടായ താൽക്കാലിക ഗവൺമെന്റ് നേതൃത്വം വഹിച്ചത് അലി മുസ്ലിയാർ. അതുകൂടാതെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മുസ്ലിം പണ്ഡിതൻ ആരെന്ന് ചോദിച്ചാൽ അത് അലി മുസ്ലിയാർ. then 1921 ഈ പൂക്കോട്ടൂർ യുദ്ധമാണല്ലോ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നടക്കുന്നത്. അപ്പൊ എന്താ ഈ യുദ്ധത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പൂക്കോട്ടൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തെ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേരാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ബ്രിട്ടീഷ് പോലീസ് മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് എങ്ങോട്ടേക്ക് കാരണമാകുന്നത്? ഈ പറയുന്ന പൂക്കോട്ടൂർ കലാപത്തിന് കാരണമാകുന്നത്. അങ്ങനെ കലാപം അടിച്ചമർത്താൻ ആവശ്യമായ സൈനിക സഹായം വേണമെന്ന് മദ്രാസ് സർക്കാരിനോട് ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ആവശ്യപ്പെടും. അദ്ദേഹത്തിന്റെ പേര് തോമസ് എന്നാണ്. ഇതൊക്കെ SCRT സ്കൂൾ ടെക്സ്റ്റാണ്. അപ്പൊ കലാപം അടിച്ചമർത്താൻ ആവശ്യമായിട്ടുള്ള സൈനിക സഹായം ഞങ്ങൾക്ക് തരണം എന്ന് മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റിന്റെ പേര് തോമസ് എന്നാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധക്കപ്പൽ വരും.
ഈ പറഞ്ഞ കോഴിക്കോട് തുറമുഖത്ത് യുദ്ധക്കപ്പലിന്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തുമല്ലോ. അതിന്റെ ഉദ്ദേശത്തോടു കൂടി കോഴിക്കോട് തുറമുഖത്ത് എത്താൻ വേണ്ടി സജ്ജീകരണം ചെയ്ത യുദ്ധക്കപ്പലിന്റെ പേരാണ് കോമസ്. 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറയുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണല്ലോ വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടക്കുന്ന 1921 നവംബർ 10 MSM LV 1711 എന്തുമായി ബന്ധപ്പെട്ടതാണ്? വാഗൺ ട്രാജഡി നടന്ന വാഗണിന്റെ നമ്പരാ MSM LV 1711. ഒന്ന് നോട്ട് ചെയ്തേക്കുക. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂര. ആ പോത്തന്നൂരിനും പ്രത്യേകതയുണ്ട്. വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ദാരുണ സംഭവത്തെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേര് AR നേപ്പ് കമ്മീഷൻ എന്നാ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചോദിക്കും, അത് തിരൂര. അങ്ങനെയൊക്കെ ഒത്തിരി കണക്ട് GK പഠിക്കണം. ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ധാരാളം കൃതികളുണ്ട്. മലബാർ കലാപം എന്ന കൃതി എഴുതിയത് K മാധവൻ നായര. ദുരവസ്ഥ എന്നറിയപ്പെടുന്ന കൃതി എക്കാലവും എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ എഴുതിയ കൃതിയുടെ പേര് ദുരവസ്ഥ എന്ന. ഖിലാഫത്ത് സ്മരണകൾ എന്നറിയപ്പെടുന്ന പുസ്തകമുണ്ട്. M ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടാണ് ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത്. സുന്ദരികളോ സുന്ദരന്മാരെന്നറിയപ്പെടുന്ന കൃതിയുണ്ട്. ഈ പറയുന്ന മലബാർ കലാപം പശ്ചാത്തലമാക്കി എഴുതിയത് ഉറൂബ് എന്നറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഉറപ്പായിട്ടും നമ്മുടെ പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് 1930 നിയമലംഘന സമരം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉപ്പ് കുറുക്കരുതെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു, അതാണ് നിയമം. നമ്മൾ ലംഘിച്ചു, നിയമലംഘന സമരം, അതാണ് ഉപ്പ് സത്യാഗ്രഹം. ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ, കണ്ണൂർ ജില്ലയിലെ 2ാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ 3 വ്യക്തികൾ പങ്കെടുക്കും. ഒന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്യാരത്ത് ശങ്കരൻ, P കൃഷ്ണപിള്ള. ഒത്തിരി വ്യക്തികളുണ്ട്. K കേളപ്പൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ KB മേനോൻ പങ്കുവരുത്തില്ല. 1930 കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ KB മേനോൻ വരത്തില്ല. KB മേനോൻ വരുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കീഴരൂർ ബോംബ് കേസിന്റെ നേതൃസ്ഥാനത്താണ് ആര് വരുന്നത്? KB മേനോൻ വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കും. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂരാണല്ലോ. പയ്യന്നൂരിനെയാണല്ലോ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനെയാണ് 2nd ബർദോളി അല്ലെങ്കിൽ 2ാം ബർദോളി എന്നറിയപ്പെടുന്നത്. ഈ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് 1930 AK ഗോപാലൻ അറസ്റ്റ് വരിക്കുന്നുണ്ട്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത AK ഗോപാലൻ അറസ്റ്റ് വരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ബേപ്പൂർ എന്നറിയപ്പെടുന്ന സ്ഥലം, അല്ലെങ്കിൽ കോഴിക്കോട്. 1930 ഉപ്പ് സത്യാഗ്രഹം കോഴിക്കോട് നിന്ന് ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലേക്ക് കൊണ്ടുപോയത് K കേളപ്പന, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. 2ാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണെന്ന് നമുക്കറിയാം. അടുത്തത് പാലക്കാട് നിന്ന് സംഘടിപ്പിച്ച വ്യക്തിയുണ്ട്. 1930 ഉപ്പ് സത്യാഗ്രഹം പാലക്കാട് നിന്ന് സംഘടിപ്പിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. 1930 ഉപ്പ് സത്യാഗ്രഹം ബേപ്പൂരിൽ നിന്ന് സംഘടിപ്പിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന പാലക്കാട് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ് K കേളപ്പൻ, K മാധവൻ നായർ, E മൊയ്ത് മൗലവി. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കോഴിക്കോട് നേതൃത്വം കൊടുത്തത് 2 വ്യക്തികളല്ല, 3 വ്യക്തികൾ. കോഴിക്കോട് നിന്ന് K കേളപ്പൻ നയിക്കുന്നുണ്ട്, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ നയിക്കുന്നുണ്ട്, കോഴിക്കോട് നിന്ന് P കൃഷ്ണപിള്ളയെ നയിക്കുന്നുണ്ട്. അതിൽ ബേപ്പൂരിൽ നിന്ന് എടുത്ത് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. പാലക്കാട് ചോദിച്ചാലോ TR കൃഷ്ണസ്വാമി അയ്യർ. SCRT ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ഞാൻ ആ കണ്ടന്റ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അടുത്തത് കേരളത്തിൽ 1930 ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയുടെ പേരാണ് PC കുഞ്ഞിരാമൻ അടിയോടി. വരിക സാഹചര്യം എന്ന ഗാനം എഴുതിയത് അംസി നാരായണപിള്ളയാണ്. ഇനി കേരളത്തില് ഈ K കേളപ്പനുമായി ബന്ധപ്പെട്ട വസ്തുത പറയുമ്പം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ K കേളപ്പനോട് പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചാൽ അത് 32. K കേളപ്പനോടൊപ്പം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർ 32 പേരാണ്. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഈ ഉപ്പ് സത്യാഗ്രഹം നയിക്കണമല്ലോ. അത് നയിച്ചത് മൊയ്യാരത്ത് ശങ്കരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ മൊയ്യാരത്ത് ശങ്കരനെ അറിയപ്പെടുന്ന പേരെന്താ? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് മൊയ്യാരത്ത് ശങ്കരനെ അറിയപ്പെടുക.
ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലുള്ള ഉളിയത്ത് കടവിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉഷാറായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷ നമ്മൾക്കുള്ളതാണ്. ഇനി ഇങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഉഷാറായിട്ട് ആ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഇടവേളയോടുകൂടി എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. രാവിലെ 5 മണിക്ക് തന്നെ പഠിക്കണമെന്ന് പറയുന്നില്ല. 5 മണിക്ക് പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ 6 മണിക്ക് അല്ലെങ്കിൽ 7, നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ നല്ലപോലെ പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.